ഹായ്, വീണ്ടും ഒരു നോമ്പ് തുറ. ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കരുത്. ഈ മാസത്തെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ പോകണ്ടേ, അതങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്വന്തം ടീച്ചേഴ്സാണ് എനിക്ക് തരുന്നത്. അതെ, ഈ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി നമുക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അയാളെ എനിക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല ഗൈസ്. അയാൾ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ എല്ലാമാണ്. എൻ്റെ ബിരിയാണി വന്നു കഴിഞ്ഞു ഗൈസ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ചില്ല് ചെയ്യാനായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് റീസാൻ, പക്ഷെ ഞങ്ങളുടെ ഹൾക്ക്, ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ഹൾക്ക്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ ഞങ്ങളുടെ കൂടെ തന്നെ അവനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രയാസപ്പെട്ടി കാട്ടിക്കൂടെ പോകുന്നത് ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ്. പക്ഷെ മനോഹരമായ നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കൃത്യസമയത്ത് ഈ ഒരു ട്രെയിനിൻ്റെ ആ വരവും എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. അതിൻ്റെ എടുത്ത ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് വരവ് കണ്ടോ, ആർക്കും അവിടുന്ന് വരണമെന്നേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അതൊന്ന് സെറ്റായി പോയായിരുന്നു. പിന്നെ സമയമായല്ലോ, 6:30 ആവാറായി. സോ നമുക്ക് നോമ്പ് തുറക്കണം, അതിനാണല്ലോ പോയത്. അങ്ങനെ ഓരോ ഐറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തണ്ണിമത്തൻ വന്നു, പൈനാപ്പിൾ വന്നു, മുന്തിരിങ്ങ വന്നു, ജ്യൂസ് വന്നു, ആപ്പിൾ വന്നു. ഇനി എന്തൊക്കെയാണ്, 2 ടൈപ്സ് ഓഫ് ഇതുണ്ട്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ, മറ്റേ കട്ട്ലേറ്റ്. അത് എല്ലാവരും നല്ലതായിട്ട് അത് മൊത്തം തീർത്തു. അത് തന്നെയാണ് കാര്യം. പിന്നെ എല്ലാവരും ആസ്വദിച്ച നമ്മുടെ ആ ഒരു നോമ്പ് തുറ അത് ഭംഗിയാക്കി. എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാ വിഭവങ്ങളും നല്ല ആസ്വദിച്ചതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും ഈ ഇരിപ്പ് കണ്ട എല്ലാവരും ക്ഷീണിച്ചിരിക്കണം. എല്ലാവരും കഴിച്ച് മടുത്തു. എല്ലാവരും കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ കഴിക്കണമല്ലോ. അപ്പോൾ കുറച്ച് പേർക്ക് പോകേണ്ടവർക്കൊക്കെ വേഗം കഴിക്കേണ്ടതുകൊണ്ട് അവർ കഴിക്കാനും. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എടുത്ത് വീഡിയോ ആക്കരുത്, ഞങ്ങളുടെ ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഒന്ന് നൈറ്റ് വാക്കിന് പോയി. നൈറ്റ് വാക്കിന് സ്കൂട്ടറിനാണോ പോകുന്നത് ചോദിക്കുന്നത്. കുറച്ച് ദൂരെ കൂടുതലുള്ള ആ പ്ലേസിലോട്ട് കുറച്ച് ദൂരെ കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് സ്കൂട്ടർ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നൈറ്റ് വാക്ക്, ബ്യൂട്ടിഫുൾ നൈറ്റ് വാക്ക് ആയിരുന്നു കേട്ടോ. ദിവൻ്റെ തുള്ളിക്കളിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് വാക്ക് കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് കഫേ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ആ 2 days അങ്ങ് സെറ്റാക്കി. പിന്നെ എൻ്റെ കൈമേലുള്ള വരയോട് കൂടി നമ്മുടെ ഈ ഇഫ്താർ മീറ്റ് അങ്ങ് എൻഡ് ആവുകയാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ആ പിക്ക് അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.